ഞാനിപ്പോൾ തുംകൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. എവിടെ നിന്ന് ടിറ്റൂരിലേക്ക് പോവാണ്. ട്രെയിൻ വരുന്നുണ്ട്. തുംകൂരിൽ നിന്ന് ടിപ്തൂരിലേക്ക് 45 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് ഉള്ളത്. ടിക്കറ്റ് കിട്ടുന്ന സമയത്തിന് ഞാൻ അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചു എത്ര മണിക്കാണ് ട്രെയിൻ വരിക എന്നുള്ളത്. അപ്പോൾ ആൾ പറയണത് 7:30 വരുന്നത്. കന്നഡത്തിലെ 7:30 7:00 എന്ന് പറയുന്നത്. അപ്പോൾ 7:30 സമയത്ത് ഇവിടെ ട്രെയിൻ വരും. അതിൽ കയറിയിട്ട് ടിത്തൂർ പോകണം. അങ്ങനെ ടിപ്തൂരിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ട്രെയിൻ ഇറങ്ങി ടിപ്തൂര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങോട്ട് പോകണം? ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ഹോട്ടലുകളൊക്കെ കാണാം. അപ്പോൾ അവിടെ എന്താ പറയുക, റൈസൊക്കെ കൊടുക്കുന്നുണ്ട്. 40 രൂപ 50 രൂപയൊക്കെ ഉള്ളൂ. അത്യാവശ്യം റൈസൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഊണ് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ നമുക്കൊരു ഉഴുന്നുവടയോ പരിപ്പുവടയൊക്കെ കിട്ടും കേട്ടോ. ന്യൂ രാജു ടീ സ്റ്റാൾ. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. സമയം 9 മണി. ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. മറ്റൊരു അടിപൊളി സ്ഥലം. വീട്ടിലാണ്. ചപ്പാത്തി കൂട്ട പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇവിടെ ചപ്പാത്തി കൂട്ട മുദ്ദൂട്ട അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. വരുന്ന നോക്കിയിരിക്കണം. അപ്പോൾ വന്നപ്പോൾ ചപ്പാത്തി കൂട്ട ഇങ്ങനെയാണ്. 2 ചപ്പാത്തി ഉണ്ട്, പിന്നെ കുറച്ച് കറികൾ, ഇത് ഇവിടുത്തെ പപ്പടം, പിന്നെ കുറച്ച് റൈസ്, പിന്നെ ഇതൊരു പയറ്. കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളി. പയറ് പച്ച പയറട്ടോ, അത് വേവിച്ചിട്ടൊന്നുമില്ല. റൈസ് കുഴപ്പമില്ല. ഈ വീട് കണ്ടോ, ഫുഡിൻ്റെ പടം വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ച്. 50 രൂപയുള്ളൂ ചപ്പാത്തി ഊട്ടയ്ക്ക്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എന്താ തിന്നാൻ വേണ്ടി യാത്ര ചെയ്യണോ, യാത്ര ചെയ്യാൻ വേണ്ടി തിന്നണോ, എന്താ സംഭവം നടക്കണം ഒന്നും മനസ്സിലാകുന്നില്ല. സമയം വൈകിട്ട് 6 മണി. ഇനി അങ്ങനെ നേരെ നമ്മുടെ ടിപ്തൂര് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം. അവിടെ നിന്ന് ഇനി തുംകൂറിലേക്ക്. അങ്ങനെ നടന്ന് ടിപ്തൂരെത്തി. ടിപ്തൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ടിക്കറ്റൊക്കെ എടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ട്രെയിൻ 1 മണിക്കൂർ ലേറ്റാണെന്ന്. 7:30 നമ്മുടെ ട്രെയിൻ വരുള്ളൂ. എനിക്കിവിടുന്ന് തുംകൂരിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ തുംകൂരിൽ സ്റ്റോപ്പ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഏത് ട്രെയിനാണ്, എന്താണ് സംഭവം ഒന്നും അറിയില്ല. നല്ല തിക്കും തിരക്കായിരുന്നു ട്രെയിനിൽ. ഒരു വിധത്തിൽ ഇങ്ങോട്ടെത്തി. തുംകൂരാണ് സ്ഥലം. ഇനി ഇവിടെ നിന്ന് നടന്നിട്ട് വേണം റൂമിലേക്ക് പോവാൻ. ഇതാണ് ഇവിടുത്തെ ബൻശങ്കരി ടെമ്പിൾ. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ഒരു ഇതിലാണ് ഞാൻ താമസിക്കുന്നത്. ചെറിയൊരു റൂമാണ്. അങ്ങനെ വീണ്ടും ചപ്പാത്തി കൂട്ടാം. ചപ്പാത്തി, ചോറ്, കറി. അങ്ങനെ പകൽ മുഴുവൻ നടന്ന് ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞ് ഇനി കിടന്നുറങ്ങാൻ പോവാണ്. പണി കഴിഞ്ഞ്. അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു സ്റ്റേക്ക് ശേഷം ഞാൻ ഈ റൂമിനോട് വിട പറയുകയാണ്. ഇതാണ് ഇത്ര ദിവസം ഞാൻ താമസിച്ച റൂം. ഇവിടെ നിന്ന് ജനല തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇനി ഇവിടെ ഹസൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ റൂമും പൂട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഈ ബസ് സ്റ്റാൻഡ് കയറിയിട്ട് വേണം പോകാൻ. ഇതാണ് തുംകൂര് KSRTC ബസ് സ്റ്റാൻഡ്. അടിപൊളി സ്റ്റാൻഡാണ് കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാം, എനിക്ക് പോകുന്ന സ്ഥലത്തെ വഴികളറിയില്ല. എനിക്ക് കന്നഡ ശരിക്കും അറിയില്ല. എന്നാലും നമുക്ക് പോയേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ തുംകൂര് KSRTC ബസ് സ്റ്റാൻഡ്, കർണാടക ആർട്ടിസിഡ. ഇനി ഇവിടുന്ന് വഴി ചോദിക്കണം. ഹസൻ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ഈ വണ്ടി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ബസ് സ്റ്റാൻഡ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഫുഡൊക്കെ ചെറിയ വിലയ്ക്ക് കിട്ടും. നല്ല അടിപൊളി ഫുഡാണ്. അൺലിമിറ്റഡ് റൈസ്. ബസ് സ്റ്റാൻഡ് അടിപൊളിയാന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇവിടെ മറ്റേ ഇറങ്ങാനുള്ള എസ്കലേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാധുനികമായ
ഒരു ബസ് സ്റ്റാൻഡാണത്. താഴത്ത് വേറെ നില, അവിടെ വേറെ ബാംഗ്ലൂർക്ക് പോണ ബസ്സുകളൊക്കെ വരുന്നത്. ഹസനിലേക്കുള്ള വണ്ടി പെട്ടെന്നായിരുന്നു വന്നത്. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചിട്ട് പെട്ടെന്ന് കയറിയിരുന്നു. ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി LED ലൈറ്റൊക്കെ ഉള്ള ബസ്സൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചത്. ഇത് പഴയ ഒരു വണ്ടി പോലുണ്ട്. എന്തായാലും കുഴപ്പമില്ല, കയറിയിരുന്ന് സൈഡ് സീറ്റ് കിട്ടി. പക്ഷേ വീലിൻ്റെ ബാക്കിലുള്ള കാരണം നല്ല കുലുക്കുണ്ടായിരിക്കുന്നേ ഈ വണ്ടിയിൽ. ഇവിടെ ബസ്സിൽ ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതായത് ബസ്സിൽ വെച്ചിട്ട് ലൗഡ് സ്പീക്കറിൽ സംസാരിക്കാനോ ലൗഡ് സ്പീക്കറിൽ മറ്റേ വീഡിയോസ് കാണാനോ യൂട്യൂബ് വാർത്തകളോ അങ്ങനെയൊന്നും കാണാനൊന്നും പാടില്ല. അപ്പോൾ തന്നെ ഇവർ ഓഫാക്കാൻ പറയും. ഇങ്ങനെ കുറേ ബന്ധനങ്ങളൊക്കെ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോഴേ എൻ്റെ പിന്നിൽ ഒരാൾ ഇരുന്നിട്ട് നല്ല രീതിയിൽ പാട്ട് കാണുന്നതും കേൾക്കുന്നതൊക്കെ ഉണ്ട്. ബസ് ഇപ്പോൾ നെട്ടൂര് എന്ന് പറഞ്ഞ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. വണ്ടി ഇവിടെ നിർത്തി 10 മിനിറ്റ് ഉണ്ട്. ഊട്ടുമാടുത്തുന്നവർക്ക് ഊട്ടുമാടാം അങ്ങനെ പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി. എന്തെങ്കിലും കഴിക്കണം ഞാൻ. സമയം എത്ര 10 മണിക്ക് ആയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറൊരു KSRTC കൂടി വന്ന് അവർ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ബാംഗ്ലൂരൊക്കെ ഇപ്പോൾ നല്ല തണവാണ്. എന്താ വായു മലിനീകരണം ഉണ്ടെന്നൊക്കെ പറയുന്നു. ബാംഗ്ലൂരല്ല, കർണാടകയുടെ വേറെ ഏതോ ഒരു ബിസ്ക്കറ്റ് വാങ്ങി. ഇതാണ് ഡിന്നർ. ഇതേതാ രാജതന്ത്രപുരം അങ്ങനെ എന്തോ ഒരു സ്ഥലത്തെ ടോളാണ്. ഇതൊക്കെ കിടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ടിത്തൂര് എന്നുള്ള സ്ഥലത്തെത്തി. ടിത്തൂര് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് പിന്നെ വണ്ടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ 10:45 എത്താൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ബസ്സുകളിലൊക്കെ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ മൊത്തം ഓഫ് ചെയ്ത് കളയും. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ബസ്സിലൊന്നും കണ്ടിട്ടില്ല ഞാൻ. അതേപോലെ ഈ സ്വിഫ്റ്റ് ബസ്സിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഹസൻ ബസ് സ്റ്റാൻഡിലെത്തി. ഇപ്പോൾ നമ്മളതിനെ ഇവിടെ ഇറക്കിയിട്ട് ആ ബസ് അങ്ങനെ പോയി. ഹസനിലേക്ക് എത്തുമ്പോഴേക്കും യാത്രക്കാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആകെ ഒരു 8-10 യാത്രക്കാരുണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഓൾഡ് ബസ് സ്റ്റാൻഡ്, അതിൻ്റെ അവിടെ നിന്ന് ചിരന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ലോഡ്ജുണ്ട്, അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണം. നോക്കട്ടെ കാര്യങ്ങളൊക്കെ. ഇവിടെ അൺലിമിറ്റഡ് റൈസ് കിട്ടുന്ന ഒരു ചിക്കൻ ബിരിയാണി കട ഉണ്ട്. അപ്പോൾ അവിടുന്ന് പാഴ്സൽ വാങ്ങി. ഇതാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉൾവശം. ഇവിടെ നിന്ന് ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് ഈ സമയത്ത് ബസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി എന്തായാലും എങ്ങനെയാണ് നടന്നു കൊണ്ടുവരും. 2.5 കിലോമീറ്റർ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ റൂട്ടിലേക്കൊക്കെയാണ് മാപ്പ് കാണിക്കുന്നത്. പോയി നോക്കണം. അല്ല, ഇതിൻ്റെ മീതൊക്കെയുള്ള വഴിയിലാണ് കേട്ടോ. ഹസൻ വിജനമായ ഒരു ജംഗ്ഷൻ. അധികം വണ്ടികളൊന്നുമില്ല, വളരെ കുറച്ച് വണ്ടികളുള്ളൂ. ഇത്രയും വലിയ ജംഗ്ഷനാണെങ്കിൽ പകൽ നേരത്തെ എന്തായിരിക്കും തിരക്ക്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. പുതിയൊരു ലോഡ്ജാണ്, ചിരന്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഡ്ജാണ്. റൂമിൻ്റെ കാഴ്ചകൾ കാണാം. സിംഗിൾ റൂമാണ്, അടിപൊളി. അപ്പുറത്ത് ബാത്റൂമാണ്. സെറ്റപ്പ് ലോഡ്ജാണ് കേട്ടോ. വാ, സമയം 11:20 സമയമായിട്ടുണ്ട്. ചെറു TV, കുഴപ്പമില്ല, അടിപൊളി റൂം. ഇതൊക്കെ മതി. അപ്പം ഇനി നാളെ കാണാം. സംഭവം റൂമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ TV വയ്ക്കാൻ നോക്കുമ്പോഴാണ് ഇവിടെ പാസ്വേഡ് കാണിക്കുന്നുണ്ട്. ഇനി പാസ്വേഡ് എവിടെ നിന്ന് തപ്പണോ. ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ്. ബിരിയാണിയാണ്. സമയം 12 മണി. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും യാത്ര ചെയ്യാൻ ഇറങ്ങി. ഇവിടെ രാവിലെ തന്നെ പൂക്കച്ചവടക്കാരും മറ്റേ വെജിറ്റബിൾ കച്ചവടക്കാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതേത് സ്ഥലം എന്ന് പറഞ്ഞത് ഹസൻ എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ്. ഇവിടെ കുറേ പൂക്കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൂക്കച്ചവടം, പൂമാല കച്ചവടം, പച്ചക്കറി കച്ചവടം. രാവിലെ ഞാൻ വരുമ്പോൾ ഇതൊന്നും അത്ര ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ കടകളൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. ഇതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഫുട്പാത്തിൽ മറ്റേ തട്ടുകടകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പാണ്. അവർക്കായിട്ട് പ്രത്യേക ഒരു സ്ഥലം ഒരുക്കി കൊടുത്തിട്ട് അവരവിടെ കട നടത്തുന്നു. കഴിക്കാനും സൗകര്യമുണ്ട്. നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ അത്. ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ജോലി കഴിഞ്ഞ് വന്നിട്ടും കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ റൂമിലിരുന്ന് ചെയ്ത് പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. രാവിലെ വന്ന ആ വഴികളൊക്കെ തന്നെ. ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നല്ല അടിപൊളിയാണല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതവിടെ സ്ട്രീറ്റ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അതായത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കുറേ
ഫുഡ് അവിടെ കൊടുക്കുന്നത്, അവിടേക്കാണ് പോകുന്നത്. അവിടുന്ന് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ വീണ്ടും പണി കിട്ടുമെന്നറിയില്ല. ഇവിടെ പൂക്കച്ചവടങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെയും രാത്രിയും ഒക്കെ പൂക്കച്ചവടം തന്നെ. നല്ല തണവുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് എഗ് റൈസാണ് കഴിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഫുഡ് കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, കുറേ നേരം കഴിക്കാറുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. ഫ്രൈഡ് റൈസും കബാബ് കുറേ ഉണ്ട്. 90 റുപ്പീസ് കബാബും ഫ്രൈഡ് റൈസും ചേർത്തിട്ട്.